الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر وأنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്രപഞ്ചം ഏറെ വൈവിധ്യം നിറഞ്ഞതാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പാഠങ്ങൾ നൽകുന്നതുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്റെ സൃഷ്ടികളെ കുറിച്ച് നിരന്തരം ഉണർത്തുന്നുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു ആശയമാണ് അല്ലാഹു എല്ലാ സൃഷ്ടികളെയും ഇണകളായി പടച്ചു എന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, സകലതിനെയും ഇണകളായി പടച്ചവൻ എത്ര പരിശുദ്ധൻ. അവന്റെ സൃഷ്ടി പ്രക്രിയ എത്ര അന്യൂനമാണ്, അതുല്യമാണ്. വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാത്തിനെയും നാം ഇണകളായി പടച്ചു. ഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി പടച്ചു. ഇങ്ങനെ നിരന്തരം ഖുർആൻ ഇണകളായി പടച്ചതിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതമായ നിലനിൽപ്പിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാവും. ഇതേ കാഴ്ചപ്പാടിൽ തന്നെയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങളെ, മനുഷ്യരെ എല്ലാം ഇണകളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീ പുരുഷൻ എന്നത് ഇണകൾ എന്ന കാഴ്ചപ്പാടിൽ വ്യവഹരിക്കപ്പെടുന്നു. ഭാര്യ ഭരിക്കപ്പെടുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ എന്ന കാഴ്ചപ്പാട് ഇസ്ലാമികമല്ല. ഇസ്ലാം സൗജ് എന്ന വാക്കുകൊണ്ടാണ് ഇണയെ പരിചയപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. സ്ത്രീ എന്നത് പലപ്പോഴും സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല തരത്തിലും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമോ അല്ലാതെയോ മാധ്യമങ്ങൾ നിരന്തരം സ്ത്രീത്വത്തെ വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാരത സ്ത്രീകൾ തൻ ഭാവശക്തി എന്ന കവി ഭാരതീയ സ്ത്രീത്വത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചത് ഇന്ത്യയിലെ പെൺകുട്ടി എന്ന പേരിൽ ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സ്ത്രീത്വത്തിന് നേരെയുള്ള നിരന്തരമായ കടന്നാക്രമണങ്ങളെ കുറിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ഡോക്യുമെന്ററി ഇന്ത്യയിൽ തടയപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ മതേതര പശ്ചാത്തലമുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മയുടെ പൈതൃകങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നിരന്തരം സ്ത്രീത്വം അനുവദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു താരതമ്യത്തിന് ഉള്ള ഒരു അവസരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ അവർ അങ്ങേയറ്റം പീഡിതയാണ്, അപമാനിതയാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവളാണ് എന്നൊക്കെ മറ്റുള്ളവർ നിരന്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള നമ്മുടെ മതേതര സാഹചര്യത്തിൽ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നത് എന്നത് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീൻ സ്ത്രീത്വത്തിന് നൽകിയ മഹത്വം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം സ്ത്രീത്വം മാത്രമല്ല, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ മൂല്യങ്ങളെയും പടച്ചു തമ്പുരാൻ പരലോകവും സ്വർഗവുമായിട്ട് ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീനിൽ പടച്ചു തമ്പുരാന്റെ സൃഷ്ടികൾക്ക് എല്ലാം അർഹമായ പരിഗണന ലഭിക്കും. ഏതൊരു കാര്യത്തിനും അർഹതപ്പെട്ട അവകാശങ്ങൾ നൽകുമ്പോൾ അത് മുഖേന നാം നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്താൻ ചെയ്യുന്നത്. മറ്റൊരെവിടെങ്കിലുമുള്ള ഔദാര്യമല്ല ഒരാളുടെ അർഹമായ രൂപത്തിൽ ആദരിക്കുക, പരിഗണിക്കുക എന്നത്, മറിച്ച് അവനവന്റെ സ്വർഗം ഉറപ്പുവരുത്താനുള്ള മാർഗമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്. അറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹുവിന്റെ ദീൻ പുനഃക്രമീകരിക്കപ്പെടുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മത സ്ഥാപകനല്ല, മറിച്ച് ലോകാരംഭം മുതൽ നിലനിൽക്കുന്ന ഈ പ്രകൃതി ജീവിതക്രമത്തെ പുനഃക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീനുൽ ഇസ്ലാം പുനഃക്രമീകരിക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ സ്ത്രീത്വം അനുഭവിച്ചിരുന്ന അങ്ങേയറ്റത്തെ പതിതാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ജീവനോട് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീത്വത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്നത്. ഒരു നാൾ വരും, അന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞ് ചോദിക്കപ്പെടും, മോളെ എന്തിന്റെ പേരിലാണ് മോളെ അന്ന് കുഴിച്ചു മൂടപ്പെട്ടത്? ആ വിചാരണ വേളയിൽ ഒരുപക്ഷേ അന്ന് കുഴിച്ചു മൂടപ്പെടുമ്പോൾ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതിരുന്ന ആ കുഞ്ഞ് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും. ഇല്ല, അയാളോട് ചോദിച്ചു നോക്ക്, എന്റെ വാപ്പയാണോ നിൽക്കുന്നത്, അയാളാണോ ചെയ്തത്, അയാളോട് ചോദിക്കൂ. ഇങ്ങനെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം ലഭിക്കുന്ന ഒരു നാൾ വരാൻ പോകുന്നു. അതാണ് അന്ത്യനാൾ. ആ നാൾ മുൻപത്തിലാണ് നാം അല്ലാഹുവിന്റെ സൃഷ്ടികളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് ആലോചിച്ചു നോക്കേണ്ടത്.
ആ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടില്ലേ. സ്ത്രീത്വത്തിന്റെ മഹത്വം അവിടെ വിളംബരം ചെയ്യപ്പെട്ടു. സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്ത് എന്താണ്, അതിന്റെ അടിത്തറ എന്താണ് എന്ന് ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു ഓർമ്മിച്ചു. പിന്നീട് സ്ത്രീത്വം അവമതിക്കപ്പെടുന്നു എന്ന ഒരു ചർച്ച ഇസ്ലാമിക ലോകത്ത് ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം ഭദ്രമായ സാമൂഹിക നിയമക്രമം തന്നെ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിക്കുകയോ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തല്ല. പെൺകുഞ്ഞിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരാൾക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ എന്നിട്ട് ആ പെൺകുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്തി നല്ല നിലയിൽ ആദർശ ബോധത്തോടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. സ്വർഗം നല്ല വാക്ക്. അപ്പോ ഇത് കേട്ടപ്പോ സദസ്സിൽ നിന്ന് ഒരു വാപ്പ സങ്കടത്തോടെ എഴുന്നേറ്റു. അങ്ങനെ റസൂലേ, എനിക്ക് 2 പെൺകുട്ടികളെ ഉള്ളൂ, എനിക്ക് കിട്ടും റസൂലേ. തീർച്ചയായും നിനക്ക് കിട്ടും, തീർച്ചയായും നിനക്ക് കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കൊടുക്കാൻ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാൻ പിന്നീട് ഒരു അടിക്കുറിപ്പ് നൽകുന്നുണ്ട്. ആ സദസ്സിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഒരു മോളെയുള്ള റസൂലേ, എനിക്ക് ആ സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞേനെ. സ്ത്രീത്വത്തിന്റെ മഹത്വമാണ് ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഒരു പെൺകുഞ്ഞുണ്ടാവുക എന്നത് സ്വർഗം ഉറപ്പുവരുത്താനുള്ള മാർഗമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പെൺകുഞ്ഞിനെ ശാപമായി കണ്ടിരുന്ന സമൂഹം പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാണ് അവിടെ. ആലോചിച്ച് നോക്കാം. സ്ത്രീത്വത്തെ അള്ളാഹു സ്വർഗവുമായിട്ട് ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കാൻ. ഇതേ പെൺകുട്ടി വളർന്ന് മറ്റൊരാളുടെ ഇണയായി തീരുമ്പോഴോ ആ ഇണ അയാളുടെ സ്വർഗത്തിന്റെ നിമിത്തമായി മാറുന്നു. ഒരാൾ വിശുദ്ധയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അതോടുകൂടി അയാൾ തന്റെ ദീനിന്റെ 2/3 ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം അയാൾ സ്വർഗത്തിന്റെ വഴിയിൽ 2/3 ഭാഗം മുന്നോട്ട് ഗമിച്ചു കഴിഞ്ഞു എന്ന് സുസംബന്ധമാണ്. ഇനി അയാൾ 1/1 കൂടി ശ്രദ്ധിച്ചാൽ മതി. കാരണം അയാളുടെ കൂടെയുള്ളത് പതിവ്രതയായ ഒരു ജീവിതമാണ്. അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി. വീണ്ടും പറയാം, തന്റെ ഭാര്യ തന്നെ കുറിച്ച് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. തന്റെ ഇണ തന്നെ കുറിച്ച് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ അവൾക്കും സ്വർഗം ഉറപ്പാണ്. സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ പെണ്ണ് പിന്നീട് ഉമ്മയായാലോ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഇങ്ങനെ സ്വർഗം വിളംബരം ചെയ്യുന്ന, സ്വർഗം പേര് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുത ജന്മങ്ങളാണ് പെണ്ണുങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാം. ഇതിനപ്പുറം എന്താ പറയുന്നത്? ഇതിനപ്പുറം സ്ത്രീത്വത്തെ കുറിച്ച് എങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. നിരന്തരം ഒരു ആചാരം എന്ന പോലെ സ്ത്രീത്വത്തെക്കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ചകൾ വരാറുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദിനങ്ങൾ ആചരിക്കപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു വെച്ചാൽ ഈ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് അവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ വളരുക സാധ്യമല്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീൻ നന്മയുടെ മാർഗത്തിലുള്ള മുന്നേറ്റത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയാണ് നൽകുന്നത് എന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. സൂറത്തുൽ നഹൽ 7. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, മൻ അമില സാലിഹൻ, ആ നന്മ പ്രവർത്തിക്കുന്നുവോ, വഹുവ മുഅ്മിനുൻ, അയാൾ വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ആ നന്മ അനുഷ്ഠിക്കുന്നുവോ, ആണായാലും പെണ്ണായാലും, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ,
അയാൾക്ക് വിശുദ്ധമായ ജീവിത പശ്ചാത്തലം നാം ഒരുക്കി കൊടുക്കും ദുനിയാവില്. വലനജസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ച കർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഉത്തമമായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാക്കാണ്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദിഉ അമല ആമിലിൻ മിൻഹും മിൻ ദക്രിൻ ഔ ഉൻസ. ആണാവട്ടെ പെണ്ണാവട്ടെ നന്മയുടെ മാർഗത്തിൽ മുന്നേറുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന് സൂറത്തു ആലി ഇംറാനിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെയൊക്കെയും തിരിച്ചറിയേണ്ടതാണ്, നന്മയുടെ മാർഗത്തിലുള്ള മുന്നേറ്റത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും തുല്യ പരിഗണനയാണ് നൽകുന്നത്. അവരുടെ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായിരിക്കാം, സ്വാഭാവികമാണല്ലോ. രണ്ടുപേരുടെയും പ്രകൃതവും ശാരീരിക പ്രകൃതവും അതുപോലെ കർമ്മമണ്ഡലവും ഒക്കെ പലതരത്തിലും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ പുരുഷൻ സമൂഹ മധ്യത്തിലാണെങ്കിൽ സ്ത്രീ വീടകത്താണെങ്കിൽ രണ്ടുപേർക്കും തുല്യ പ്രതിഫലം തന്നെയാണ്, കുറവില്ല. അതേസമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. ആ നിലക്ക് സ്ത്രീയുടെ സാമൂഹിക പദവി അല്ലാഹുവിന്റെ ദീൻ ഏറ്റവും അർഹമായ രൂപത്തിൽ തന്നെ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ആ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം എന്നുള്ളതാണ്. അവരൊരിക്കലും രണ്ടാം തരം പൗരന്മാരല്ല, നല്ല പാതികളാണ്, സമൂഹത്തിന്റെ ആകാംക്ഷമാണ്. ഒരുപക്ഷെ മക്കൾക്ക്, പുതിയ തലമുറകൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, തെരഞ്ഞെടുത്തിട്ടുള്ള മൂശയാണവർ. പടച്ചതമ്പുരാന്റെ സൃഷ്ടി പ്രക്രിയയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണവർ. അവിടെയാണ് മനുഷ്യൻ പാകപ്പെട്ട് രൂപപ്പെട്ടു വരുന്നത് നമുക്കറിയാമല്ലോ. ആ മഹത്വം, ആ ശ്രേഷ്ഠത പെണ്ണിന് നൽകുക എന്നത് അല്ലാഹുവിന്റെ ദീൻ നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നന്മയുടെ പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പെണ്ണിനെയാണ് എന്ന് സൂറത്തു തഹ്രീമിൽ നമുക്ക് കാണാം. ആമനു, വിശ്വസിച്ചവർക്കുള്ള മാതൃക ഇമ്രഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ പത്നിയാണ്. അവര് ആ പരീക്ഷണം നടന്ന ഘട്ടത്തിൽ ഫിർഔനാകുന്ന തന്റെ ഭർത്താവിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നപ്പോൾ മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ മഹത്തായ ഈ ജീവിത വീക്ഷണം, അല്ലാഹുവിനുള്ള അടിമത്വം അവരുടെ മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള നിരന്തരമായ വടംവലിയിൽ അല്ലാഹുവിന്റെ പരലോകത്തെ ഉണർത്തിയിട്ട് അവർ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. പടച്ചോനെ, ഇബ്നിലി അൻതക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിന് നീ ഒരു വീട് പണിതു തരണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലി, ഫിർഔനിൽ നിന്നും അയാളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ജനതയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ. ഒറ്റയാൾ പട്ടാളമായിട്ട് ആ സാമ്രാജ്യത്വത്തിനെതിരെ വളരെ ശക്തമായിട്ട് ആ സ്ത്രീ നിലകൊള്ളുകയാണ്. സകല മനുഷ്യർക്കും മാതൃകയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ആദർശത്തിന്റെ പ്രതീകം ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. കാണുമ്പോൾ ആരും ഭയപ്പെട്ടു പോകുന്ന, ആലില പോലെ വിറച്ചു പോകുന്ന ഉമറിന്റെ ആ സ്വത്വമല്ല പ്രതിരൂപം. ആ ഉമറിന്റെ മുമ്പിൽ ഒരു പെണ്ണും ചങ്കൂറ്റത്തോടുകൂടി വാചകം പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരി തന്നെയായിരുന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ഉമർ, ആ ഉമർ തന്റെ സഹോദരി വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നല്ല, എന്നിട്ട് അവരെ ആക്രമിച്ച സന്ദർഭമുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞൊരു വാചകം, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, മാകുന്ത സാനിഅൻ ഫസ്ന, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫഇന്നി ഖദ് അസ്ലംതു, ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കണം.
ഞാൻ എന്നെ പടച്ചതമ്പുരാൻ സമർപ്പിച്ചു കഴിഞ്ഞു, നീ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തോളൂ. ആ ധീരമായ വാക്കുകൾക്ക് മുമ്പിലാണ് ഉമർ പതറിപ്പോയത്. പിന്നീടാണല്ലോ ത്വാഹ എന്ന വചനങ്ങൾ കേട്ട് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ഒരു പെണ്ണായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെട്ട സംഭവങ്ങൾ ചരിത്രത്തിലില്ലേ? സൂറ അൽ മുജാദില എന്ന സൂറയുണ്ടല്ലോ, തർക്കിക്കുന്നവൾ, സംവാദം നടത്തുന്നവൾ എന്നാണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് തന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു പെണ്ണ് ഖൗല ബിൻത് സഅലബ് എന്ന മഹതി, അവരെ കുറിച്ചാണ് ആ സൂറയുടെ ആദ്യ ഭാഗം. വിഷയം നമുക്ക് അറിയാമായിരിക്കും. ഔസ് ബിൻ സാബിത് എന്ന അവരുടെ ഭർത്താവ് അവരോട് എന്തോ കാര്യത്തിൽ പിണങ്ങിയപ്പോൾ പറഞ്ഞു, നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇനി നാം തമ്മിൽ ദാമ്പത്യ ബന്ധമില്ല, ശാരീരിക ഇടപാടുകളില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരാൾ പെണ്ണിനെ നോക്കിയിട്ട് പറഞ്ഞാൽ അതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം ഏറ്റവും ത്വലാഖായി എന്നായിരുന്നു. ഉടനെ അവർ അസ്വസ്ഥയായി. ബന്ധം മുറിഞ്ഞോ ഇല്ലയോ അവർക്കറിയണം. അവർ ഔസിനോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് ചോദിക്കാം, നാം തമ്മിലുള്ള ബന്ധം മുറിഞ്ഞോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലജ്ജിക്കുന്നു, എനിക്കത് ചോദിക്കാൻ വയ്യ. ഒടുവിൽ അവർ തന്നെ പുറപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് അവർ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രവാചകരെ, എന്താണ് ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ വിധി എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൃത്യമായ വിധിയൊന്നും അതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ തമ്മിലുള്ള വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ ഇണയുടെ കാര്യത്തിൽ താങ്കളുമായിട്ട് സംവാദത്തിലേർപ്പെട്ട ആ മഹതിയുടെ വാക്ക് അല്ലാഹു തആല കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വചനം അവതരിക്കാൻ അവർ അള്ളാന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചു, ആവലാതി ബോധിപ്പിച്ചല്ലോ. നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അല്ലാഹു തആല കേട്ടിരിക്കുന്നു. അല്ലാഹുവെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് പഠിച്ചതുപോലെ അന്ത്യനാൾ വരെയും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വചനം. തന്റെ കുടുംബം അന്യാധീനപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോൾ ഈ വിഷയത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു വിധിക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു ഖൗല ബിൻത് സഅലബ് എന്ന മഹതി. നാം പഠിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് വനിതകൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെന്നും അടുക്കളകളിൽ തളച്ചിടപ്പെടേണ്ടവരോ സ്വന്തമായിട്ട് അഭിപ്രായ പ്രകടനം നടത്താൻ സാധ്യമല്ലാത്തവരോ ആകേണ്ടവരല്ല. കൃത്യമായി നിലപാടുള്ളവരാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ശാക്തീകരണം നേടിയെടുക്കുവാൻ വനിതകൾ സജ്ജമാകേണ്ടതുണ്ട് എന്നതാണ്. ചരിത്രത്തിൽ ഇവര് എന്നും ഓർമ്മിക്കപ്പെടാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച ചില വാദങ്ങളുണ്ട്. റസൂലേ, അല്ലാഹുവിന്റെ ദീനിലെ ദാമ്പത്യം കുമിള പോലെ പൊട്ടിപ്പോകുന്നതാണോ? എനിക്കറിയാം, കുറെ മക്കളുണ്ട്, എനിക്ക് ചെറിയ പറക്കാത്ത പൈതങ്ങൾ. ഈ മക്കളെ ഞാൻ അയാൾക്ക് അയച്ചു കൊടുക്കില്ല. ഈ മക്കളെ നല്ല നിലയിൽ പോറ്റി വളർത്താനുള്ള സാമ്പത്തിക ശേഷി എനിക്കൊണ്ടില്ലെന്നാണ്. എന്ത് ചെയ്യണം? എനിക്കിപ്പോ അറിയണം എന്നാണ് അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പക്ഷത്താണ് നിന്നത്. അങ്ങനെ ഒരാള് നീ എനിക്കെന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുമ്പോഴേക്കും ആരും ഉമ്മയാവില്ല. ഉമ്മ പ്രസവിച്ച ഉമ്മയാണ് ഉമ്മ. അല്ലാതെ വാക്ക് പറയുന്നത് കൊണ്ടൊന്നും ആർക്കും മാതൃത്വത്തിന്റെ അവസ്ഥ ലഭിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവരുടെ ബന്ധം കൂട്ടി യോജിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. തീർച്ചയായും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. നമ്മളിപ്പോഴും സ്ത്രീധനവും കല്യാണവുമായി ബന്ധപ്പെട്ട ദൂർത്തും ദുരാചാരങ്ങളും തന്നെ ചർച്ച ചെയ്ത് കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനെ ഒരു അങ്ങാടി കച്ചവടം പോലെ കേവലം കമ്പോള ചരക്കായിട്ട് പെൺകുട്ടികളെ വിലപേശിയിട്ട് വില പറഞ്ഞുറപ്പിച്ച് കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്.
ഈ ആദർശ സമൂഹം എപ്പോഴാണ് അല്ലാഹു തആല ഉദ്ദേശിച്ച തലത്തിലേക്ക് ഉയരാൻ പോകുന്നത്? അവരൊക്കെ നമ്മുടെ മുൻഗാമികൾ ഉന്നതമായ പദവികളിലേക്ക് ഉയർന്നുപോയി. ഈ പ്രാഥമിക ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരായി വൈജ്ഞാനിക മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച, യുദ്ധക്കളത്തിൽ പോലും എടുത്തുചാടി ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത മഹദികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മളിപ്പോഴും സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ ആകാമോ പാടില്ലേ എന്ന ചർച്ചകളിൽ തന്നെ അഭിരമിക്കുകയാണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വനിതകൾക്ക് അറിയാമോ, ഞങ്ങൾ അങ്ങനെ വിൽക്കപ്പെടാൻ സന്നദ്ധരല്ല, അങ്ങനെ വിലപേശിയിട്ട് കച്ചവടം ഓർപ്പിക്കേണ്ട ചരക്കുകളല്ല ഞങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന അഭിമാനബോധമുള്ള അടിമകളാണ്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ആദർശ ബന്ധങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ വിധേയമാകൂ എന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും കഴിയും. ഈ മഹല്ല് സ്ത്രീധനമുക്ത മഹല്ലാകുന്നു എന്നൊരു ബോർഡ് വെക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകും. പുകവലി നിരോധിത മേഖല, പ്ലാസ്റ്റിക് നിരോധിത മേഖല, ഇങ്ങനെയൊക്കെ ചിലയിടത്ത് ബോർഡ് കാണാം. സ്ത്രീധന നിരോധിത മേഖല, അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ നമ്മുടെ കഴിവുകളിൽ കഴിയുന്ന ഒരു കാലം വരുമോ? എങ്കിലാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇനിയും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീൻ പെണ്ണിന് നൽകിയിരിക്കുന്ന ഈ മഹത്വത്തിന്റെ പദവി തിരിച്ചറിയപ്പെടാതെ പോവുക എന്നത് അത് ഏറ്റവും വലിയ ഗുരുതരമായ മുഖം എന്നാണ് ചർച്ച. ഭാവി തലമുറകളെ സൃഷ്ടിക്കുന്നിടത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പെണ്ണ് അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ മഹത്വം തിരിച്ചറിയപ്പെടാത്ത ഒരു സമൂഹം എങ്ങനെയാണ് നന്മയിൽ മുന്നോട്ട് പോകുക? ഇതേ ഖൗല ബിൻത് ഖാലിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ ഒരിക്കൽ ഉമറിനെ വഴിയിൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, യാ ഉമർ ഇത്തഖില്ല, ഉമർ നീ പടച്ചവനെ പേടിക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ? നീ പണ്ട് ഉഖാദ് ചന്തയില് വലിയ ധിക്കാരിയായിരുന്ന ആളായിരുന്നു. നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? ആ ഉമറാണ് നീ അള്ളാനെ പേടിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അരിശങ്കരാണ്. ഖലീഫയോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഉമർ റളിയല്ലാഹു അല്ലാതെ നിന്ന് കേൾക്കായിരുന്നു. കവലയിൽ വെച്ച്, ആൾക്കൂട്ടത്തിൽ വെച്ച് പെട്ടെന്നാണ് ഈ ഉമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഉമർ റളിയല്ലാഹുവോട് പിന്നീട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ സ്ത്രീ, ആ പ്രായമായ വൃദ്ധ എന്തൊക്കെയോ പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഉമർ താങ്കൾ അവരെ വിലക്കിയില്ലാന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? ആ മഹതി ആരെന്നറിയാം നിങ്ങൾക്ക്? ഖൗല ബിൻത് ഖാലിദ്. ഖൗല ബിൻത് ഖാലിദാണ് അവർ. സമിഅല്ലാഹു ഖൗലഹ മിൻ ഫൗഖി സബ്ഇ സമാവാത്. 7 ആകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് അവരുടെ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. അയസ്മഅ റബ്ബുൽ ആലമീൻ, പടച്ചതമ്പുരാൻ കേട്ട ആ ശബ്ദം. ഖൗലഹ വലാ യസ്മഉഹു ഉമർ, ഉമറിന് എങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റും എന്നാണ് ഉമർ ചോദിച്ചത്. ആലോചിച്ച് നോക്ക്, 7 ആകാശങ്ങൾക്കും അപ്പുറം അവരുടെ ശബ്ദം പടച്ചതമ്പുരാൻ കേട്ടുവെങ്കിൽ ഈ ഉമർ എങ്ങനെ അവരുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാതിരിക്കും എന്ന് ഉമർ ചോദിക്കാൻ. ഇത്രയും ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർന്ന മഹതികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ വനിതകൾ തിരിച്ചറിയണം, കാലം ഇനിയും ഹൗലന്മാരെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഹൗലന്മാർക്ക് അർഹമായ പരിഗണന നൽകുന്ന ഉമറിനെയും കാലം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇണകളോട് അർഹമായ പരിഗണന നൽകുന്ന, അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഇണകളായി, സാഹചര്യങ്ങളായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നാം ഓരോരുത്തരെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ. രോഗങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ സന്ദർശിക്കാനിടയായി. വൃക്ക മാറ്റിവെച്ച രോഗി. അദ്ദേഹം പറഞ്ഞ വാക്ക്, 9 വർഷമായി ഞാൻ മൂത്രമൊഴിച്ചിട്ട്. ഈ വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രജ്ഞർക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ വീണ്ടും മൂത്രമൊഴിച്ചു. 9 വർഷമായി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് കുടിച്ചിട്ട്. ഈ ഓപ്പറേഷന് ശേഷം ഞാൻ ഈ ദിവസങ്ങൾ കൊണ്ട് 4 ലിറ്റർ വെള്ളം കുടിച്ചു. കണ്ണു നിറഞ്ഞു പോയി കേട്ടോ. ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ വെള്ളം കുടിക്കലും ശാരീരികമായ മറ്റ് പ്രക്രിയകളും എത്ര അനായാസമായാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്കരോഗികൾക്ക് ഒരു നേരം ബാത്റൂമിൽ പോകുന്നതിന്റെ സുഖമാണ് ഒരു ഡയാലിസിസ് കൊണ്ട് ലഭിക്കുന്നതല്ലേ. അതിന് 1000-ഓളം രൂപ ചെലവുണ്ട്. നമ്മൾ എത്ര അനായാസമായാണ് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ ഈ അവയവങ്ങൾ, അതിന്റെ മഹത്വം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എത്രയാണ് പടച്ചതമ്പുരാൻ നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എത്ര തന്നെ ശുക്ർ ചെയ്താലും അധികമാവില്ല, അത് അർഹിക്കുന്നതാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പടച്ചതമ്പുരാന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വലിയ പാഠമാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്നത്. രോഗങ്ങളിൽ നിന്ന്, ദുർബലമായ അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാണ്. പടച്ചവനെ, നീ ഞങ്ങളെ ഏൽപ്പിച്ച അമാനതകളുടെ അവയവങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുവാൻ, നിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുവാൻ നീ തൗഫീഖ് ചെയ്യണമേ. നീ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. പടച്ചവനെ, നിന്റെ സൃഷ്ടികളോടും ഞങ്ങളുടെ സഹജീവികളോട് നീതി പാലിക്കുവാൻ, അർഹമായ പരിഗണനയും ആദരവും നൽകുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരികൾ, ഞങ്ങളുടെ പെൺമക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഉമ്മമാർ സമൂഹത്തിൽ ഏറ്റവും അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നാഥ, അവരെ അർഹമായ ആദരവ് നൽകിക്കൊണ്ട് അവർക്ക് സാമൂഹികമായ എല്ലാ പരിരക്ഷയും അർഹമായ പരിഗണനയും നൽകിക്കൊണ്ട് മാതൃകകൾ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്നാണ്. നന്മയുടെ മാർഗത്തിലുള്ള മുന്നേറ്റത്തിൽ എല്ലാ പരിശ്രമങ്ങളിലും പങ്കാളിയാകുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. പടച്ചവനെ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമെന്നാണ്. ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. രോഗങ്ങൾ കടിപ്പെട്ടും മറ്റും കുടുംബം തകർന്നു പോകുന്ന, സാമ്പത്തികമൊക്കെ തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണമേ. പടച്ചവനെ, ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റിത്തരണമെന്നതാണ്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. പടച്ചവനെ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോകുന്ന അമ്മമാരും എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا